സംഘർഷത്തെ തുടർന്ന് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനാൽ കൊച്ചി വിമാനത്താവളത്തിലും യാത്രക്കാർ ദുരിതത്തിലാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലവിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 15ഓളം ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും GCC രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഈ നിലവിലെ സാഹചര്യമൊന്നും അറിയാതെ എയർപോർട്ടിലേക്ക് നിരവധി യാത്രക്കാർ, പല ജില്ലകളിൽ നിന്നുള്ള നിരവധി യാത്രക്കാരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം തിരക്കേറിയ വിമാനത്താവളം തന്നെയാണ്. പ്രധാനമായും ഈ ഗൾഫ് സെക്ടറുകളിലേക്കൊക്കെ നിരവധി സർവീസുകൾ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇവർക്ക് പകുതി വഴിയിലൊക്കെ യാത്ര ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അതിനുശേഷം ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയത് അറിഞ്ഞ ആളുകളാണ്. എന്തായാലും അവരെല്ലാവരും തന്നെ ഈ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളറിഞ്ഞില്ല, നമ്മളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത്. നോമ്പായിരുന്നു. അപ്പം വണ്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കും, ഇവിടെ എത്താറായപ്പോഴത്തേക്കാണ് അറിയുന്നത് പോലെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട് എന്നറിയുന്നത് കഴിഞ്ഞു. അപ്പോൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നാളിപ്പോൾ കയറിയിട്ടുണ്ട് അകത്തോട്ട്. അപ്പം ഈ ക്യാൻസലേഷൻ ആവുമോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ ക്യാൻസൽ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ ഒരു തിരക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സിയാൽ യാത്രക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു മാർഗനിർദ്ദേശങ്ങളുമായി സിയാൽ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഏത് എയർലൈൻസിലാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ യാത്ര പുറപ്പെടാൻ തയ്യാറാകൂ എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പുലർച്ചെ 2:20 പുറപ്പെട്ട ഒമാൻ വിമാനം തിരികെ വിളിച്ചിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, അത് തിരികെ വിളിച്ചിട്ടുണ്ട്. അത് നിലവിൽ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ 6:20 എയർ ഇന്ത്യ ദോഹ വിമാനം, 6:40 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം, ഒപ്പം തന്നെ 7:55 പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ തന്നെ അബുദാബി വിമാനം, 9:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ ബഹ്റിൻ വിമാനം, 9:50 പുറപ്പെടേണ്ട റാസൽ ഖൈമ വിമാനം, ഇത് ഇന്ത്യയുടെയാണ്. ഒപ്പം തന്നെ 10:50 പുറപ്പെടേണ്ട അബുദാബി വിമാനം, 11:30 സ്പൈസ് ജെറ്റ് ഷാർജയിലേക്കുള്ള സ്പൈസ് ജെറ്റ്, 11:30 മസ്കറ്റിലേക്കുള്ള ഇന്ത്യയുടെ വിമാനം, ഇതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ തീരുമാനം അറിഞ്ഞിട്ട് മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്തായാലും പല ഫ്ലൈറ്റുകളും ക്യാൻസലേഷൻ കാണിക്കുന്നുണ്ട്. എന്നാലും ഈ യാത്രക്കാർ വിമാനത്താവള അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള വന്ന യാത്രക്കാർ ആശങ്കയിൽ തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുന്നത്. ക്യാമറമാൻ സുശോഭ് കേസിനൊപ്പം നിഷ ദിലീപ്, ജനം, കൊച്ചി.